14ാം പഞ്ചവത്സര പദ്ധതിയുടെ 2025-2026 വാർഷിക പദ്ധതി രൂപീകരണത്തിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. 10.85 കോടി രൂപയുടെ പദ്ധതി വിഹിതമാണ് പുതിയ സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്കിൽ 14ാം പഞ്ചവത്സര പദ്ധതി 2025-26 വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പ്രസിഡന്റ് PIM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ലഭിക്കേണ്ട എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ നൂതനമായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാനാണ് എന്നും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവായി ആളുകളിലുള്ള ഒരു മതിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ബ്ലോക്കാണ്, പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല, കുറച്ച് റോഡുകളും അല്ലെങ്കിൽ കുറച്ച് തോടുകളുടെ സൈഡ് കെട്ടും മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ എന്നാണ് ചിലരെങ്കിലും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഭരണസമിതിയുടെ തുടക്കം കുറിച്ച നാൾ മുതൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ വളരെ വലുതാണെന്നും ബ്ലോക്ക് പഞ്ചായത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയില്ലെന്നും തെളിയിക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കാത്ത ഒരു മേഖലയുമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസി സാജു, സജി കെ വർഗീസ്, കാന്തി വെള്ളക്കയ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പൽ, അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, BDO അമിത CO, ആസൂത്രണ ഉപാധ്യക്ഷൻ അബ്ദുൾ റഹീം, ജോയിന്റ് BDOമാരായ MS സിദ്ദിഖ്, മനോജ് MS, നിർവഹണ ഉദ്യോഗസ്ഥരായ പ്രിയാമോൾ തോമസ്, ധന്യ ജനാർദ്ദനൻ, പിങ്കി K അഗസ്റ്റിൻ, ജിഷ ജോസഫ്, അനീഷ് സത്യൻ, എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് KR, ആൽബി ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. 10.85 കോടി രൂപയുടെ പദ്ധതി വിഹിതമാണ് 2025-26 സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുള്ളത്. കൃഷി, ക്ഷീരമേഖല, പശ്ചാത്തല മേഖലാ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യനീതി, വനിതാക്ഷേമം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ആരോഗ്യ മേഖല, കലാ സാംസ്കാരിക യുവജനക്ഷേമം, പൊതുമരാമത്ത്, കുടിവെള്ളം, ശുചിത്വ മേഖല, പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ആവശ്യമായ പദ്ധതി നിർദ്ദേശങ്ങൾ ഗ്രൂപ്പ് ചർച്ചയിലൂടെ തയ്യാറാക്കി. പദ്ധതികളും ഞങ്ങൾ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഭരണസമിതിയുടെ ഒക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും നമ്മളുടെ പദ്ധതിയിലും ഒക്കെ ഉൾപ്പെടുത്താൻ നമുക്ക് മാക്സിമം പരമാവധി ശ്രമിക്കാം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.